ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ 2020 ജനുവരി മാസം നടത്തിയ JEE മെയിൻ പേപ്പറിലെ 2 ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ കടക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു വർക്ക് എനർജി പവർ കൺസർവേഷൻ ഓഫ് മൊമെന്റം ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഞാൻ വായിക്കാം. A particle of mass m with an initial velocity u I cap collides perfectly elastically with a mass 3m at rest. It moves with a velocity v j cap after collision. Then v is given by. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കിൾ വിത്ത് മാസ് m ഉണ്ട്. അവൻ u I cap എന്നുള്ള ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവൻ 3m മാസ് ഉള്ള ഒരു ബോഡിയുമായി കൊളൈഡ് ചെയ്തു. എന്നിട്ട് ഇവൻ വി ജെ ക്യാപ്പില് മുകളിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ വി എത്ര എന്നാണ് ചോദിക്കുന്നത്. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേകത എന്താണ്? കൈനറ്റിക് എനർജിക്ക് ലോസ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ടും മറ്റും ഒക്കെ പോകും. ഓക്കെ, അപ്പൊ ഇവിടെ അതിന് മാറ്റമൊന്നും വരുന്നില്ല. ഇയുടെ വാല്യൂ 1 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അത് 1 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നമുക്കറിയാം. നമുക്കപ്പോ ഇവിടെ എന്ത് ഉപയോഗിക്കാം? കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ ഉപയോഗിക്കാം, പിന്നെ മൊമെന്റം കൺസർവേഷൻ ഉപയോഗിക്കാം. അപ്പൊ 2 ഇക്വേഷൻ ആയല്ലോ ഇപ്പൊ തന്നെ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. മൊമെന്റം കൺസർവേഷൻ എക്സ് ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ മൊമെന്റ് എത്രയാണ്? എം യു ഐ ക്യാപ്പ്. അത് തന്നെ ആവണം ഫൈനലിലേക്ക് ഉള്ളത്. ഫൈനലില് ഇവൻ മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ എം വി ജെ ക്യാപ്പ്. ഇവൻ എങ്ങോട്ടോ പോവുകയാണ്. പ്ലസ് 3m അവന്റെ ഡയറക്ഷൻ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അപ്പൊ എക്സ് എന്ത് കിട്ടും? ഇവിടെ നിന്ന് എം എല്ലാം ക്യാൻസൽ. യു ഐ മൈനസ് വി ജെ 1/3 വെളിയില് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. ശരി, ആദ്യത്തെ ഇക്വേഷൻ സെറ്റ്. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം എന്താ? കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ, എനർജി കൺസർവേഷൻ. അപ്പൊ ഇവന്റെ ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ m u സ്ക്വയർ ഈക്വൽ ടു, ആ സമയത്ത് ഇവൻ റെസ്റ്റിലാണ്, അതുകൊണ്ട് അവൻ്റെത് കൺസിഡർ ചെയ്യണ്ട. പിന്നെ ഇവൻ മുകളിലോട്ട് പോകുന്നു. അവന്റെ എനർജി എത്ര? ഫൈനലില് ½ m v സ്ക്വയർ പ്ലസ് 3m എങ്ങോട്ടോ പോകുന്നുണ്ട്. ½ × 3m × അവന്റെ വെലോസിറ്റി എക്സ് ആണ് നമ്മൾ എടുത്ത് എക്സ് സ്ക്വയർ. ഇതിൽ നിന്ന് എക്സ് എത്ര? ഇന്ന് ½ m ക്യാൻസൽ ചെയ്യാം. u സ്ക്വയർ മൈനസ് v സ്ക്വയർ ഈക്വൽ ടു 3x സ്ക്വയർ അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ ഇതാണ്, എക്സ് ബാറിന്റെ വാല്യൂ ഇതാണ്. അപ്പൊ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/3 u സ്ക്വയർ പ്ലസ് v സ്ക്വയർ അണ്ടർ റൂട്ട് ആയിരിക്കില്ലേ? ഇതല്ലേ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മോഡ് എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ എന്തായിരിക്കും? 1/9 u സ്ക്വയർ പ്ലസ് v സ്ക്വയർ. ഓക്കെ ആണല്ലോ? അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താണ്? 1/3 u സ്ക്വയർ മൈനസ് v സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എത്ര? 1/9 u സ്ക്വയർ പ്ലസ് v സ്ക്വയർ. ഇതൊന്ന് ഫൈൻഡ് ചെയ്താൽ പോരെ? ഇതിന്ന് v കിട്ടൂലേ? അപ്പൊ ഇത് എത്ര വരും? 3u സ്ക്വയർ മൈനസ് 3v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് v സ്ക്വയർ. ശരി, 3u സ്ക്വയർ ഇപ്പുറത്ത് പോയി 4u സ്ക്വയർ. ഇത് ഇപ്പുറത്ത് വന്നിട്ട് കറക്റ്റ് ആണോ? 3u സ്ക്വയർ ഇപ്പുറത്ത് വന്ന് 2u സ്ക്വയർ ഇവിടെ, അപ്പുറത്ത് പോയിട്ട് 4v സ്ക്വയർ ഇവിടെ. അപ്പൊ വിയും യുവും തമ്മിലുള്ള റിലേഷൻ എന്താ? v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ v ഈക്വൽ ടു u ബൈ √2. ഓക്കെ, ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. 2 ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഒന്നാമത്തേത് മൊമെന്റം കൺസർവേഷൻ, രണ്ടാമത്തേത് എനർജി കൺസർവേഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. An amplitude modulated wave is represented by the expression Vm equal to 5 × 1 plus 0.6 cos എത്ര? 6280t. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻറ്റു സൈൻ 211 × 10⁻⁴. സൈൻ 211 × 10⁻⁴t എന്നാണ് തന്നിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ the minimum and maximum amplitudes of the amplitude modulated wave are എന്നാണ് ചോദ്യം. ശരി, അപ്പൊ നമുക്കറിയാം
ഒരു ജനറൽ ഇക്വേഷൻ അറിയാത്തവർക്ക് നോട്ട് ചെയ്യാം. ജനറൽ ഇക്വേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത് എ സി ഇൻറ്റു 1 പ്ലസ് എം കോസ് 2π എഫ് എം ടി ഇൻറ്റു സൈൻ 2π എഫ് സി ടി. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എം എത്ര? 0.6. എ സി എത്ര? 5. എ എം എന്ന് പറയുന്നത് എ സി ഇൻറ്റു എം ആണ്, അതായത് 5 ഇൻറ്റു 0.6 ആണ്, അതായത് 3 ആണ്. ശരി, ഈ എ എമ്മിന്റെ മറ്റൊരു ഇക്വേഷൻ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇക്വേഷൻ എ എം ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിൻ ബൈ 2 ഇതാണ്. അടുത്ത വേറൊരു ഇക്വേഷൻ എ സി ഈക്വൽ ടു എ മാക്സ് പ്ലസ് എ മിൻ ബൈ 2 ഇതാണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഓർക്കണം, ഈ ജനറൽ ഇക്വേഷനും ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാം. അപ്പൊ എ എം എത്ര ഇവിടെ? 3 ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിൻ. അപ്പൊ എ മാക്സ് മൈനസ് എ മിൻ എന്ത് കിട്ടും? 6. എ മാക്സ് പ്ലസ് എ മിൻ എന്ത് കിട്ടും? ഇതിനകത്ത് എ സി എന്താ? 5 ഇൻറ്റു 2 10. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താലോ 2am ഈക്വൽ ടു 16. അപ്പൊ am ഈക്വൽ ടു 8. അതാണ് ആദ്യത്തെ ഇക്വേഷൻ, ആദ്യത്തെ ആൻസർ. രണ്ടാമത്തേത് എന്താണ്? am മൈനസ് 8 മൈനസ് എ മിനിമം ഈക്വൽ ടു 6. അപ്പൊ എ മിനിമം എന്ന് പറയുന്നത് എന്താണ്? 2. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ജനറൽ ഇക്വേഷൻ എ എം എന്ന് പറയുന്നത് എ മാക്സ് മൈനസ് എ മിൻ ബൈ 2, എ സി എന്ന് പറയുന്നത് എ മാക്സ് പ്ലസ് എ മിൻ ബൈ 2, എ എം ഈക്വൽ ടു എ സി ഇൻറ്റു സ്മോൾ എം. ഇങ്ങനെയാണ് ഈ ചോദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.